ഡൽഹി ചുവന്നിരിക്കുന്നു. ഇത് കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല സർക്കാരെ. കേന്ദ്ര സർക്കാരിനെ ചോദ്യം ചെയ്യുന്നവരെ മുഴുവൻ രാജ്യദ്രോഹികളായി മുദ്ര കുത്തുന്ന നിങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ വന്നവരൊക്കെ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളുമാണെന്ന് പറഞ്ഞേക്കാം. എന്നാൽ തെരുവിലെ ഈ സമരത്തിൽ രക്തം ചിന്തിയത് നിങ്ങളാണ്. ഇന്ന് പാർലമെന്റിൽ പോലും പ്രക്ഷുബ്ധ അവസ്ഥ കൈവരിച്ച പോരാട്ടം വരും നാളുകളിൽ മോദി സർക്കാരിന്റെ ആയുസാണ് നിർണ്ണയിക്കാൻ പോകുന്നത്. അടിച്ചമർത്താൻ നിങ്ങൾ ശ്രമിച്ചിട്ടും ആയിരങ്ങളാണ് തലസ്ഥാന നഗരിയിലേക്ക് ഓടിയെത്തുന്നത്. ഡൽഹിയിലെ സമരത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഒപ്പം ഈ സമരത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ ന്യൂഡൽഹിയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ആ ശബ്ദം ഒരു സാധാരണ പ്രതിഷേധത്തിന്റെ ശബ്ദം മാത്രമല്ല. അത് അനീതിക്കെതിരെ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് യുവജനങ്ങൾ ഒന്നടങ്കം ഉയർത്തുന്ന ഒരു ജനകീയ വിപ്ലവത്തിന്റെ വിളംബരം കൂടിയാണ്. ഡൽഹിയുടെ കല്ലുപാകിയ തെരുവുകളിൽ ജന്തർ മന്ദറിന്റെ മണ്ണിൽ മാറ്റുലി കൊള്ളുന്നത് അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ പോന്ന യുവതലമുറയുടെ അമർഷവും രോഷവുമാണ്. അടിച്ചമർത്തലുകൾക്ക് മുന്നിൽ തലകുനിക്കാതെ നിശബ്ദമായി സഹിച്ച കാലം കഴിഞ്ഞു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിലെ യുവജനത ഇന്ന് അക്ഷരാർത്ഥത്തിൽ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. രാജ്യം മുഴുവൻ അവരെ പിന്തുണയ്ക്കാനും തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് മോദി സർക്കാർ ഇന്ന് വിറയ്ക്കുന്നത്. കേന്ദ്രീയ വിദ്യാലയങ്ങളെയും രാജ്യമെമ്പാടുമുള്ള CBSE നീറ്റ് പരീക്ഷകളുടെയും ചോദ്യപേപ്പർ ചോർച്ചയിൽ നിന്ന് ഉയർന്നു വന്ന അമർഷത്തിന്റെ തീപ്പൊരിയാണ് ഇപ്പോൾ ഡൽഹിയെയും അവിടുന്ന് രാജ്യത്തിന്റെ നാഡി ഞരമ്പുകളെയും ഒരുപോലെ ഉലച്ചു പോകുന്ന വൻ ജനകീയ പ്രക്ഷോഭമായി പടർന്നു പന്തലിച്ചിരിക്കുന്നത്. ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം ഉറക്കമൊഴിച്ച് പഠിച്ച് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെയും തങ്ങളുടെ ഭാവി എന്താകുമെന്നോർത്ത് ആശങ്കപ്പെടുന്ന ലക്ഷക്കണക്കിന് രക്ഷിതാക്കളുടെയും കണ്ണീരാണ് ഈ സമരത്തിന് പിന്നിലെ ചേതോവികാരം. തകർന്നുപോയ വിദ്യാഭ്യാസ വ്യവസ്ഥിതിയെയും ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നിലപാടുകളെയും ചോദ്യം ചെയ്യാൻ തയ്യാറായ ലക്ഷക്കണക്കിന് യുവാക്കളാണ് ഇന്ന് CJPയുടെ പതാകയ്ക്ക് കീഴിലും അല്ലാതെയും തെരുവിൽ അണിനിരന്നിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞ 20 ദിവസത്തോളം അങ്ങേയറ്റം സമാധാനപരമായി നടന്ന ഈ പ്രക്ഷോഭത്തെ ഭരണകൂടം നേരിട്ടത് തികച്ചും ക്രൂരമായ മർദ്ദനമുറകൾ കൊണ്ടാണ്. സമാധാനപരമായി കൈകോർത്ത് പിടിച്ച് പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസിന്റെ ബാരിക്കേഡുകളും ലാത്തികളും ഇരച്ചു കയറുകയായിരുന്നു. പേരോ യൂണിഫോമോ ഇല്ലാത്ത വടിയേന്തിയ ആളുകൾ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും റോഡിലിട്ട് തല്ലിച്ചതയ്ക്കുന്ന ഭീതിതമായ ദൃശ്യങ്ങൾ കണ്ടതാണ് ഈ രാജ്യം ഞെട്ടിത്തരിച്ചത്. CJPയുടെ മുൻനിര പോരാളികളെയും സാധാരണക്കാരായ യുവാക്കളെയും തിരഞ്ഞുപിടിച്ച് ആക്രമിക്കാനും തടങ്കിലിടാനും ശ്രമങ്ങൾ നടന്നു. പ്രതിഷേധം കൂടുതൽ രൂക്ഷമായതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. സമരം ചെയ്യുന്ന യുവതലമുറയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരാഹാരം അനുഷ്ഠിച്ച പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ പോലീസ് ബലം പ്രയോഗിച്ച് റോഡിലൂടെ വലിച്ചിഴച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയ കാഴ്ച ജനരോഷം ഇരട്ടിപ്പിച്ച സംഭവമാണ്. അത് കണ്ടു നിൽക്കാൻ സാധിക്കാതെയാണ് സാധാരണക്കാരായ ജനങ്ങൾ തെരുവിലേക്ക് കുതിച്ചെത്തിയത്. 100 പേരിൽ മാത്രം തുടങ്ങിയ ഈ കൊച്ചു സമരം ഇന്ന് ലക്ഷങ്ങളുടെ കൂറ്റൻ ജനസഞ്ചയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികളും രാജ്യത്തെ പ്രമുഖ യുവജന സംഘടനകളും ഒന്നടങ്കം ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള ദേശീയ നേതാക്കൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയും ഭരണകൂടത്തിന്റെ അതിക്രമങ്ങളെ നേരിടുകയും ചെയ്തു എന്നതും നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. സർക്കാരിന്റെ കണ്ണിൽ കേവലം കളിപ്പാവകളായിരുന്ന യുവജനങ്ങളും CJP പ്രവർത്തകരുമാണ് ഇന്ന് ഇത്രയും വലിയൊരു ദേശീയ പ്രക്ഷോഭം നയിക്കുന്നത്. പരീക്ഷ എഴുതുന്നവർ മാത്രമല്ല, രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുള്ള മുഴുവൻ മനുഷ്യരുമാണ് ഇന്ന് ആ ശബ്ദത്തിനൊപ്പം ഒന്നിച്ചു നിൽക്കുന്നത്. ലഭിക്കുന്ന ഭീതിതമായ വിവരങ്ങൾ അനുസരിച്ച് ജൂലൈ 20-ന് CJP സംഘടിപ്പിച്ച അതിബൃഹത്തായ പ്രതിഷേധത്തിന് നേരെ പോലീസും സേനകളും പെല്ലറ്റ് ഗണ്ണുകളും ഷോക്ക് ബാറ്റണുകളും പ്രയോഗിച്ചു എന്നതാണ് അന്താരാഷ്ട്ര ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജ് വൃത്തങ്ങളെ ഉദ്ധരിച്ചു വന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പരിക്കേറ്റ് ചികിത്സയിലുള്ള പ്രതിഷേധക്കാരിൽ ഒരാൾക്ക് പെല്ലറ്റ് ഗണ്ണിൽ നിന്ന് വെടിയേറ്റിട്ടുണ്ട് എന്നതാണ്. ഒരു സ്ത്രീക്ക് നേരെ ഷോക്ക് ബാറ്റൺ ഉപയോഗിച്ച് മൃഗീയമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നപ്പോൾ ജനങ്ങൾ ചോദിച്ചത് ഒന്നേ ഉള്ളൂ: പെൺകുട്ടികളെ പോലും റോഡിലിട്ട് കാൽ വെച്ച് തള്ളിയിടുകയും തല്ലിച്ചതയ്ക്കുകയും ചെയ്യുന്നത് പോലീസാണോ അതോ ഭരണകൂടത്തിന്റെ ഗുണ്ടകളാണോ എന്ന്. മുൻപ് നടന്ന കർഷക സമരകാലത്തും കശ്മീരിലും മണിപ്പൂരിലും മാത്രം കണ്ടിരുന്ന പെല്ലറ്റ് ഗൺ പ്രയോഗം ഇന്ന് രാജ്യത്തിന്റെ തലസ്ഥാനത്ത് സമാധാനപരമായി സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഏതൊരു ജനാധിപത്യ ബോധമുള്ള മനുഷ്യനെയും ഭയപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ സ്വന്തം പരാജയം മറച്ചുവെക്കാൻ ഭരണകൂടവും അവരെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം മാധ്യമങ്ങളും പതിവ് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ചൈനീസ് ഫണ്ട്, തീവ്രവാദികളുടെ സാന്നിധ്യം, ജോർജ് സൊറോസിന്റെ പണം എന്നിങ്ങനെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച്
CJP-യെയും ഈ ജനകീയ പ്രക്ഷോഭത്തെയും തകർക്കാനാണ് നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് സംഘപരിവാർ തന്നെ. എന്നാൽ ഇത്തരം ആരോപണങ്ങളിൽ ഒരു തരി പോലും സത്യമില്ലെന്ന് തെളിയിക്കുന്നതാണ് സമരരംഗത്തുള്ള ലക്ഷക്കണക്കിന് സാധാരണക്കാരായ യുവാക്കളുടെ സാന്നിധ്യം. തങ്ങളുടെ വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും വില തിരിച്ചറിയുന്ന, രാജ്യത്തിന്റെ ഭാവി സംരക്ഷിക്കാൻ സ്വമേധയാ തെരുവിലിറങ്ങിയ യുവത്വമാണ് ഇവരെല്ലാവരും. ഭരണകൂടത്തിന്റെ ഈ അതിക്രമം പാർലമെന്റിനുള്ളിലും വൻ പ്രക്ഷുബ്ധതയിലേക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ലോക്സഭയിൽ സ്പീക്കർ അറിയിച്ചുവെങ്കിലും തെരുവിൽ നടന്ന പോലീസ് അതിക്രമത്തിലും CJP പ്രവർത്തകർക്ക് നേരെ ഉണ്ടായ അടിച്ചമർത്തലിലും പ്രതിഷേധിച്ച് പ്രതിപക്ഷം സമരമാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന കാഴ്ച ഇന്ത്യ കണ്ടതാണ്. തെരുവിൽ ചോര ചിന്തിയ യുവാക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കറുത്ത വസ്ത്രങ്ങളും കൈകളിൽ കറുത്ത റിബണുകളും ധരിച്ചാണ് പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെന്റിലെത്തിയത്. പ്രതിഷേധം കനത്തതോടെ ചോദ്യോത്തര വേളയിലേക്ക് കടക്കാനാകാതെ സഭാ നടപടികൾ നിർത്തിവെക്കേണ്ട അവസ്ഥയും വന്നു. ഇത് കേവലം ഒരു പരീക്ഷയുടെയോ അല്ലെങ്കിൽ ഏതാനും ചോദ്യപേപ്പറുകളുടെയോ മാത്രം പ്രശ്നമല്ല. നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന യുവജനങ്ങളുടെ പ്രതീക്ഷകളെയും അവരുടെ ഭാവി സ്വപ്നങ്ങളെയുമാണ് ഓരോ ചോദ്യപേപ്പർ ചോർച്ചയിലൂടെയും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. രാപ്പകലില്ലാതെ അധ്വാനിച്ച് പഠിക്കുന്ന സാധാരണക്കാരായ കുട്ടികളുടെ സീറ്റുകൾ പണമുള്ളവർ തട്ടിയെടുക്കുമ്പോൾ തകർന്നു പോകുന്നത് ഒരു തലമുറയുടെ വിശ്വസ്തതയാണ്, അവരുടെ പ്രതീക്ഷകളാണ്, അവരുടെ സ്വപ്നങ്ങളാണ്. വിദ്യാഭ്യാസ വ്യവസ്ഥിതിയിൽ ഉണ്ടാകുന്ന ഇത്തരം അഴിമതികൾ രാജ്യത്തിന്റെ നട്ടെല്ലിനെ തന്നെയാണ് തകർക്കുന്നത്. ഇത്രയധികം ക്രൂരമായ അടിച്ചമർത്തലുകൾ ഉണ്ടായിരുന്നിട്ടും ചുട്ടുപൊള്ളുന്ന വെയിലിലും ലാത്തി ചാർജിന് മുന്നിലും അടിയറവ് പറയാൻ CJP-യും ആ ചെറുപ്പക്കാരും തയ്യാറായിട്ടില്ല. രാത്രിയിലും ജന്തർ മന്ദറിലെ തെരുവുകളിൽ അവർ ദേശീയ പതാകകളുമേന്തി ഇൻകുലാബ് വിളികളോടെ ഉറങ്ങാതെ കാവലിരിക്കുന്നു. ചരിത്രത്തിൽ എല്ലാ ഏകാധിപത്യ ഭരണകൂടങ്ങളും തോറ്റുപോയിട്ടുള്ളത് പൊരുതുന്ന യുവത്വത്തിന്റെ വീര്യത്തിന് മുന്നിലാണ് എന്നത് മോദി മറക്കരുത്. അടിച്ചമർത്തപ്പെടുന്തോറും ആളിപ്പടരുന്ന തീപ്പൊരിയായ ഈ സമരം മാറുമ്പോൾ അത് മുഴുവൻ ഭാരതീയർക്കും നൽകുന്ന സന്ദേശം ഒന്നേയുള്ളൂ: നീതി ലഭിക്കുന്നത് വരെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. അധികാരത്തിന്റെ ധാർഷ്ട്യത്തിൽ ജനങ്ങളെയും അവരുടെ നീതിപൂർവമായ ആവശ്യങ്ങളെയും ചവിട്ടിമെതിക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിനുള്ള അന്തിമ താക്കീതാണ് ഡൽഹിയുടെ തെരുവുകളിൽ ഇന്ന് കാണുന്ന ഈ സമരം പോലും. വിദ്യാഭ്യാസ വ്യവസ്ഥിതിയുടെ വിശ്വാസ്യത വീണ്ടെടുക്കാനും വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാനും തെരുവിൽ അനീതിക്കിരയായ യുവാക്കൾക്ക് നീതി ഉറപ്പിക്കാനും ഈ രാജ്യം ഒന്നടങ്കം ആ ശബ്ദത്തിനൊപ്പം അണിനിരക്കുക തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇത് രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെയും നമ്മുടെ നാളെയുടെയും പോരാട്ടമാണ്. ആ പോരാട്ടം വിജയിക്കേണ്ടത് ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ ആവശ്യവുമാണ്. ഈ വലിയ ജനകീയ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പ്രസ്ഥാനത്തിന്റെ ഉയർച്ച തികച്ചും വിസ്മയകരവും അതുപോലെ തന്നെ ചരിത്രപരവുമാണ്. കേവലം ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡിൽ നിന്നോ ഓൺലൈൻ കൂട്ടായ്മയിൽ നിന്നോ ആരംഭിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് രാജ്യത്തിന്റെ തലസ്ഥാനത്തെ ഉലയ്ക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ ശക്തിയായി മാറാൻ അവർക്ക് സാധിച്ചു എന്നത് ഇവിടെ എടുത്തു പറയേണ്ടതാണ്. യുവജനങ്ങളെയും പ്രതിഷേധക്കാരെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ അധികാരികളിൽ നിന്നും നീതിപീഠങ്ങളിൽ നിന്നും ഉയർന്നു വന്ന അഹങ്കാരപൂർണമായ പരാമർശങ്ങൾക്കെതിരെയുള്ള സ്വാഭാവികമായ പ്രതികരണമായിട്ടാണ് ഈ പ്രസ്ഥാനം ജന്മം കൊള്ളുന്നത്. യുവജനങ്ങളെ അപമാനിക്കാൻ ഉപയോഗിച്ച വാക്കിനെ തന്നെ അവരുടെ അടയാളമാക്കി മാറ്റി. അവഗണിക്കപ്പെടുന്നവരുടെയും തൊഴിലില്ലാത്തവരുടെയും ശബ്ദമായി മുന്നോട്ട് വരാൻ അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ ഈ യുവ കൂട്ടായ്മ തീരുമാനിക്കുകയായിരുന്നു. അപ്പോഴൊന്നും ഇത്രത്തോളം വലിയ പ്രക്ഷോഭം ഇവിടെ നടക്കുമെന്ന് ആരും കരുതിയില്ല. ആദ്യം ട്രോളുകളിലൂടെയും ഡിജിറ്റൽ ക്യാമ്പയിനുകളിലൂടെയും അധികാരികളുടെ ജനവിരുദ്ധ നയങ്ങളെ പരിഹസിച്ചുകൊണ്ട് തുടങ്ങിയ CJP വളരെ വേഗത്തിലാണ് ഇന്ത്യയിലെ ജനങ്ങളുടെയും പ്രത്യേകിച്ച് പുതിയ തലമുറയായ ജെൻസി യുവത്വത്തിന്റെയും ഹൃദയം കവർന്നത്. വെറുമൊരു ഇൻഫ്ലുവൻസർ കൂട്ടായ്മയ്ക്കപ്പുറം മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കുക, സ്ത്രീകൾക്ക് കൃത്യമായ പങ്കാളിത്തം നൽകുക, കടുത്ത പാർട്ടി മാറ്റ നിരോധന നിയമങ്ങൾ നടപ്പിലാക്കുക തുടങ്ങി വിപ്ലവകരമായ രാഷ്ട്രീയ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ രാജ്യത്തെ മുൻനിര പ്രസ്ഥാനങ്ങൾക്ക് വെല്ലുവിളിയായി വളർന്നു വന്നു. ഓൺലൈൻ ലോകത്തെ തങ്ങളുടെ സ്വാധീനം വോട്ടും സമരവീര്യവുമായി മാറ്റി തെരുവിലേക്ക് ഇറങ്ങാനുള്ള അവരുടെ തീരുമാനം ഭാരതീയ രാഷ്ട്രീയത്തിലെ തന്നെ പുതിയൊരു അധ്യായത്തിനാണ് തുടക്കം കുറിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ പാർട്ടി അല്ല എന്നതും പ്രത്യേകം ഓർക്കണം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് തലസ്ഥാന നഗരി ലക്ഷ്യമാക്കി അവർ നടത്തിയ പദയാത്രകളും സമരജാഥകളും ഭാരതത്തിലെ യുവജനങ്ങളെ ഒന്നടങ്കം വീര്യം കൊള്ളിക്കുന്നത് തന്നെയാണ്. ചുട്ടുപൊള്ളുന്ന വെയിലും അതിശൈത്യവും വകവയ്ക്കാതെ കൈകളിൽ പ്ലക്കാർഡുകളും വായിൽ ഇൻകുലാബ് വിളികളുമായി അവർ നടത്തിയ ദീർഘദൂര സമരയാത്രകൾ വഴിയോരങ്ങളിൽ വൻ ജനശ്രദ്ധ പിടിച്ചുപറ്റി. അതുകൊണ്ട് തന്നെയാണ് പലരും ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയത്. തങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ഒത്ത് ആശങ്കപ്പെടുന്ന 10,000-കണക്കിന് സാധാരണക്കാരായ അമ്മമാരും കർഷകരും അവർക്ക് ഭക്ഷണവും വെള്ളവും നൽകാൻ തയ്യാറായി. സോഷ്യൽ മീഡിയയിലെ ഹാഷ്ടാഗുകളിൽ നിന്ന് തുടങ്ങി റോഡുകളിലേക്ക് പടർന്ന ഈ സമരം ജനങ്ങളുടെ നീതിപൂർവമായ ആവശ്യങ്ങൾക്ക് മുന്നിൽ ഒരു ഭരണകൂടത്തിനും അധികകാലം വാതിലുകൾ കൊട്ടിയടക്കാൻ കഴിയില്ല എന്ന്
തെളിയിക്കുകയാണ്. ഇനിയെങ്കിലും നരേന്ദ്രമോദി സംസാരിക്കണം. ഈ വിഷയത്തിന് അക്കൗണ്ടബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുകയെങ്കിലും വേണം.